ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിവേചനമാണ് പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നവീകരണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ കോതമംഗലം നിയോജക മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ബൈപ്പാസാണ് പുതുപ്പാടി ഇരുമലപ്പടി റോഡ്. ദേശീയപാത 85-ൽ പുതുപ്പാടിയിൽ നിന്നും ആരംഭിച്ച് ആലുവ മൂന്നാർ റോഡിൽ ഇരുമലപ്പടിയിൽ അവസാനിക്കുന്ന റോഡ് BM&BC നിലവാരത്തിൽ ദേശീയ നിലവാരത്തിൽ 14 വർഷം മുമ്പ് നവീകരിച്ചതാണ്. ഈ റോഡ് റീടാറിംഗ് അനിവാര്യമായ ഘട്ടത്തിലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന നടപടി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. നബാർഡ് ഫണ്ടിൽ നിന്നും 7 കോടി രൂപ ചെലവിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗം മാത്രം നവീകരിക്കുകയും മൂവാറ്റുപുഴ മണ്ഡലത്തിൽപ്പെട്ട 3 കിലോമീറ്റർ ഒഴിവാക്കുകയുമാണ് ചെയ്തത്. മുളവൂർ, ചെറുവട്ടൂർ, കുറ്റിലഞ്ഞി വഴി 10.5 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് കോതമംഗലം മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പേർ ഉപയോഗിക്കുന്നതാണ്. ഈ പ്രധാന ഉപവഴിയുമായി സന്ധിച്ച് നിരവധി ഗ്രാമീണ റോഡുകളും കടന്നു പോകുന്നുണ്ട്. ഇരു മണ്ഡലങ്ങളിലെയും ആളുകൾ പൊതുവായി ഉപയോഗിക്കുന്ന റോഡാണിത്. കോതമംഗലത്തേക്കും അതുപോലെ മൂവാറ്റുപുഴയ്ക്കും പോകുന്നവർ ചെറുവട്ടൂർ ഹൈസ്കൂൾ, ആയുർവേദ ആശുപത്രി, MES കോളേജ്, മുളവൂർ ഇലാഹിയ കോളേജ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു നിയോജക മണ്ഡലങ്ങളിലെയും നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഈ റോഡിന്റെ 75% അതിന്റെ 7.5 കിലോമീറ്റർ കോതമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാടിയിൽ നിന്നും ആദ്യം 1 കിലോമീറ്ററോളം കോതമംഗലം മുനിസിപ്പാലിറ്റിയിലൂടെ കടന്ന് പിന്നീട് 3 കിലോമീറ്ററോളം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ മുളൂർ മേഖലയിലും തുടർന്ന് ചെറുവട്ടൂർ വഴി ഇരുമലപ്പടിയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റോഡിന്റെ വികസനത്തിന് ഏത് മേഖലകളിലാണെങ്കിലും ഏത് ഏജൻസി വഴിക്കാണെങ്കിലും വികസനത്തിന് മുൻകൈ എടുക്കേണ്ടത് കോതമംഗലത്തെ ജനപ്രതിനിധി തന്നെയാണ്. ഇപ്പോൾ നബാർഡ് പദ്ധതി കൊണ്ടുവന്നത് ആന്റണി ജോൺ MLA ആണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ആ കാര്യത്തിൽ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ഒരു റോഡ് നബാർഡ് പോലൊരു ഏജൻസിയുടെ പദ്ധതിയിൽപ്പെടുത്തി നവീകരിക്കുമ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കി കീറി മുറിച്ച് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. സാധാരണ നബാർഡ് പദ്ധതിയിൽ റോഡ് ഉൾപ്പെടുത്തുമ്പോൾ പല മുൻഗണനകളും നബാർഡ് പദ്ധതിക്കകത്തുണ്ട്. വിവിധ പ്രദേശങ്ങളെ അല്ലെങ്കിൽ വിവിധ നിയോജക മണ്ഡലങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കാണ് നബാർഡ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നവീകരണം പോലെ ഇടയ്ക്ക് കുറച്ച് ഭാഗം ഒഴിവാക്കി ഒരു റോഡ് വികസനവും നബാർഡ് ഇന്നുവരെ ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. 2-3 കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതൊരു MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വികസനം നടത്തിയതല്ല. 2, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മണ്ഡലത്തിൽ തുടങ്ങി മറ്റൊരു മണ്ഡലത്തിൽ അവസാനിക്കുന്ന ഒരു റോഡുമല്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ മണ്ഡലത്തിലെ ഭാഗം ചെയ്തു, മറ്റൊരു മണ്ഡലത്തിൽ വേറൊരു MLAയുടെ മണ്ഡലമാണെങ്കിൽ അദ്ദേഹമാണ് ചെയ്യേണ്ടത് എന്ന ന്യായം നമുക്ക് പറയാം. പുതുപ്പാടി ഇരുമലപ്പടി റോഡ് ഒരു നിയോജക മണ്ഡലത്തിൽ തുടങ്ങി മറ്റൊരു നിയോജക മണ്ഡലത്തിലൂടെ കടന്ന് വീണ്ടും തുടങ്ങിയ നിയോജക മണ്ഡലത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു റോഡാണ്. ഇവിടെ നബാർഡിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതികമായ തടസ്സം പറയാതെയോ സത്യം മറച്ചു വെക്കാതെയോ നബാർഡ് ഇങ്ങനെ ഒരു റോഡ് ഇടക്ക് കുറേ ഭാഗം ഒഴിവാക്കി വികസിപ്പിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ മൂവാറ്റുപുഴ റോഡ് ഡിവിഷന്റെ യുടെ കീഴിലാണ് വരുന്നത്. കോതമംഗലം സബ് ഡിവിഷനും കോതമംഗലം സെക്ഷനുമൊക്കെ മൂവാറ്റുപുഴ യുടെ കീഴിലാണ്. ക്ക് മുളവൂർ മേഖലയും കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവരുടെ കീഴിലുള്ള ഒരു റോഡ് പൂർണ്ണമായും ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതിന് മൂവാറ്റുപുഴ MLAയുടെ സഹായമോ മൂവാറ്റുപുഴ MLAയുടെ അനുമതിയോ ഒന്നും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. പൊതുമരാമത്ത് വകുപ്പിന് അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാവുന്നതും അതിന്റെ വകുപ്പിന് ചെയ്യാവുന്നതുമാണ്. ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണയുള്ള എസ്റ്റിമേറ്റിൽ ഒഴിവാക്കിയ ഭാഗം കൂടി ഇതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതൊരു ഒറ്റ പ്രോജക്റ്റായി തന്നെ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഭാഗം ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയത് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒഴിവാക്കിയ ഭാഗത്ത് പാച്ച് വർക്ക് നടത്തി. ഈ പാച്ച് വർക്ക് റോഡിനെ കൂടുതൽ ദുരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കുഴി അടയ്ക്കുക മാത്രമല്ല ചെയ്തത്, പലയിടത്തായി തിരിച്ച് പാച്ച് വർക്ക് നടത്തിയതോടെ ഇപ്പോൾ റോഡാകെ ലെവലില്ലാതെ കട്ടിങ് രൂപപ്പെട്ടിരിക്കുകയാണ്. BM&BC നിലവാരത്തിൽ ടാറിങ് നടത്തിയിരുന്ന റോഡിന്റെ മുകളിൽ കൊണ്ടുപോയി നടത്തിയ ഈ നൈസായ ടാറിങ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്.
അടുത്ത നാളുകളിൽ BM നിലവാരത്തിലോ BM ആൻഡ് BC നിലവാരത്തിൽ ടാർ ചെയ്യണമെങ്കിൽ അതിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പൊളിച്ചു കളയാതെ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ടാറിങ് നടത്തിയിരിക്കുന്നത്. കുഴി അടയ്ക്കുക മാത്രമല്ല ചെയ്തത്, അവിടെയും ഇവിടെയും എല്ലാം ഏതാണ്ട് റോഡിന്റെ ഒരു 60% ഇപ്പോൾ പാച്ച് വർക്ക് നടത്തി കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം BM ആൻഡ് BC ചെയ്തില്ലെങ്കിലും BM മാത്രം മെഷീൻ ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. നബാർഡ് അനുവദിച്ച 7 കോടി രൂപയിൽ തന്നെ ഈ പാച്ച് വർക്കും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു BM നിലവാരത്തിൽ മെഷീൻ ഉപയോഗിച്ച് ടാർ ചെയ്യാൻ കഴിയുമായിരുന്നു. ആ തുക തന്നെ ഉപയോഗിച്ച് ഈ റോഡ് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ടാർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ എന്താണ്, നല്ലൊരു റോഡ് വളരെ ദേശീയ നിലവാരത്തിൽ ചെയ്ത് ഒരു റീടാറിങ്ങിന് സമയമായ ഒരു റോഡിനെ ഒരു നടുക്ക് കുറച്ച് ഭാഗം മാത്രം ഒഴിവാക്കി ആ റോഡിൻ്റെ ആകെ സഞ്ചാരം, ഇത് നമുക്കറിയാം നിയോജക മണ്ഡലം തിരിച്ചല്ല ആളുകൾ സഞ്ചരിക്കുന്നത്. ഈ റോഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ റോഡിൻ്റെ ഭൂരിഭാഗം വരുന്ന പ്രദേശത്തുള്ളവരാണ്. പക്ഷെ അവർക്ക് ഒരു ഭാഗത്തു നിന്ന് കടന്ന് സുഗമമായി വന്ന് ഈ കുഴിയും അതുപോലെ തന്നെ ലെവലുമില്ലാത്ത റോഡിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഏതെങ്കിലും രീതിയിൽ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു പ്രവൃത്തിയല്ല. പൊതുമരാമത്തിൻ്റെ കീഴിലുള്ള റോഡാണ്. അവർ തന്നെയാണ് ഈ റോഡ് ഇതിനു മുമ്പും നവീകരിച്ചിട്ടുള്ളത്. അന്നും ഈ റോഡ് പൂർണ്ണമായി എടുത്തിട്ടാണ് നവീകരിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ മൂവാറ്റുപുഴയുടെ വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ് വികസനത്തിലെ പകപോക്കലും പക്ഷപാതിത്വവും അതുപോലെ അവകാശവാദങ്ങളും എല്ലാം ചേർന്ന് ഇന്നിപ്പോൾ മൂവാറ്റുപുഴയുടെ പല മേഖലകളിലും പല വികസന പ്രവർത്തനങ്ങളും ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നഗര റോഡ് വികസനം ഇപ്പോൾ ഇത്രയും വൈകിയത് അത് ഇതുപോലുള്ള ചില ഇടപെടലുകളാണ്. മുറിക്കല്ല് പാലം യാഥാർത്ഥ്യമാകാത്തത് അതും ഇതുപോലെ ഒരു വികസനത്തോടുള്ള നിഷേധാത്മകമായ സമീപനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോഡിന്, വളരെ മനോഹരമായ ഒരു റോഡിന്, ഒരു പ്രധാനപ്പെട്ട വഴിയെ അത് കൂടുതൽ സങ്കീർണമാക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ മുളവൂർ മേഖലയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിവേചനത്തിനെതിരായി, ഈ നീതിരഹിതമായ പ്രവർത്തനത്തിനെതിരായി പ്രതിഷേധിക്കേണ്ടതാണ്. നാളെ ഒരു പ്രദേശത്തും ഇങ്ങനെ ഒരു പച്ചയായ ഒരു നിഷേധാത്മകമായ സമീപനം, ഒരു പച്ചയായ പകപോക്കലായിട്ടേ നമുക്കിതിനെ കാണാൻ കഴിയും. ഇത് രാഷ്ട്രീയമായി ഇത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും നേട്ടമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രാഷ്ട്രീയമായി ഇങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടമല്ല ഉണ്ടാകുക, മറിച്ച് അത് എതിരായ തിരിച്ചടിയാണ് ഉണ്ടാകുക എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.